ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന് വീണ്ടും ED സമൻസ്. ഭൂമി ഇടപാടിൽ 7ാം തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിക്ക് സമൻസ് അയക്കുന്നത്. നിതിൻ അംബുജൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നു ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഇത്രയും തവണ ഇത് അയച്ചിട്ടും ED അയച്ചിട്ടും അതേ മൈൻഡ് ചെയ്യുന്നില്ലേ? എന്താ പ്രശ്നം? പറയൂ. SK അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ 6 തവണ ED സമൻസ് അയച്ചിട്ടും ഹേമന്ത് സോറൻ ഹാജരായിരുന്നില്ല. ഇപ്പോൾ ഇത് 7ാം തവണയാണ് ED ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. ഈ സമൻസിൽ ED പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി നിലയിൽ താങ്കൾക്ക് എപ്പോൾ ഈ ഒരു സമൻസിൽ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ കഴിയുമെന്നുള്ളത് കേന്ദ്ര ഏജൻസികളെ അറിയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ കൂടി സൗകര്യാർത്ഥം ഒരു ദിവസം പരിഗണിച്ചു പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യലിൽ ഹാജരാകണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇനി അഥവാ മുഖ്യമന്ത്രി ഇതിൽ മറുപടി നൽകിയില്ലെങ്കിൽ ഒരുപക്ഷെ ED ഒരു കടുത്ത നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ ED പലകുറി സമൻസ് അയച്ചിരുന്നു. അതിനൊന്നും തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തൊരു സമീപനം സ്വീകരിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട് ഹേമന്ത് സോറൻ പോയെങ്കിലും കോടതിയിൽ നിന്നും തിരിച്ചടിയാണ് ഉണ്ടായത്. പ്രധാനമായും ഉന്നയിക്കുന്ന കേസ് ഇപ്രകാരമാണ്. റാഞ്ചിയിൽ വ്യാജരേഖ ചമച്ചുകൊണ്ട് അനധികൃതമായ ഭൂമി കൈപ്പറ്റി എന്നുള്ളതാണ്. ഈ കേസിൽ ഏതാണ്ട് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പങ്കജ് മിശ്ര അടക്കം 13 പേരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരുന്നു. ഏതാണ്ട് 1000 കോടിയുടെ കള്ളപ്പണ ഇടപാട് ഈ ഒരു കേസിൽ നടന്നു എന്നാണ് EDയുടെ കണ്ടെത്തൽ. ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിൽ മറ്റൊരു കേസിലും ED ഹേമന്ത് സോറനെതിരെ നടപടി എടുത്തിരുന്നു. നേരത്തെ ഖനന അഴിമതി കേസിലാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചത്. പലകുറി ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അനധികൃത ഭൂമി ഇടപാട് കേസിലും EDയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. 7ാം തവണയാണ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. 7 തവണയും ഹാജരാകാത്ത ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ED ഇനി കടുത്ത നടപടിയിലേക്ക് പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.